മോർണിംഗ് വിശ്വനാഥൻ. ഗുഡ് മോർണിംഗ്. ഐ ആം ചന്ദ്രൻ. അറിയാം. വരൂ. എന്താ വണ്ടി വഴി വല്ലതും കടന്നുപോയോ? ഇല്ല. തോമാച്ചൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് രാത്രി തന്നെ എത്തേണ്ടതായിരുന്നല്ലോ. രാത്രി തന്നെ എത്തിയതാണ്. പിന്നെ നിങ്ങളെ വിളിച്ചുണർത്തി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എവിടെ കിടന്നു? വഴിയില് വണ്ടി ലോക്ക് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. മൈ ഗോഡ്, ഈ കൊടും തണുപ്പത്തോ? ഞങ്ങൾ ഉറങ്ങിയില്ലായിരുന്നു. ഞങ്ങൾ ഉറങ്ങിയപ്പോ 2:30 മണിയായി. ഇത് ഭയങ്കര ബോറായി പോയി കേട്ടോ. സാരമില്ലെന്നേ. ആ വിശനിരിക്കും. ഞാൻ പോയി മറ്റേ വീടിന്റെ കീ എടുത്തോണ്ട് വരാം. അധികം ദൂരം ഉണ്ടോ? 1.5 കിലോമീറ്ററേ ഉള്ളൂ. അമ്മേ, നമ്മുടെ ആളെത്തി കേട്ടോ. ചായ. ചന്ദ്രന്റെ അമ്മയാ. മനസ്സിലായി. മേനോ സാറില്ലേ? മോർണിംഗ് വാക്കിന് പോയിരിക്കുക. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ, ലൊക്കേഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഫാന്റാസ്റ്റിക്. വരൂ. എങ്ങനെയുണ്ട്? നൈസ്, വെരി നൈസ്. എനിക്കറിയാം ഇഷ്ടപ്പെടുമെന്ന്. നിങ്ങൾ എഴുത്തുകാർക്കും സിനിമാക്കാർക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നാലേ മൂട് വരികയുള്ളൂ. എനിക്കാണെങ്കിൽ ഇതൊക്കെ വിറ്റുപറിക്കുമല്ലോ മദ്രാസിലോ ബാംഗ്ലൂരിലോ പോയാൽ മതിയെന്ന. എന്ത് ചെയ്യാം, അച്ഛൻ സമ്മതിക്കണ്ടേ. മിസ്റ്റർ ചന്ദ്രൻ പാടുവോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇതൊക്കെ ഒരു ഫാഷന് വേണ്ടി എടുത്തു വെച്ചായിരിക്കും അല്ലേ? അല്ല, ഒക്കെ ഹരിയുടേതാ. കോളേജ് അടച്ചാ പിന്നെ അവൻ ഇവിടെയാ. ഓണും കാപ്പിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. സംഗീതത്തിനോട് ഒരു തരം ഡിവോഷൻ പോലെ. ആരായി ഹരി? അത് ഐ എം സോറി, അതൊരു കഥയാണ്. സൗകര്യം പോലെ പിന്നീട് ഞാൻ പറയാം. ആ വിശ്വാസം വിളിച്ച് ഫ്രഷാ. വീട്ടിലെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കാത്തിരിക്കും. ഓക്കെ. അജൽ, നായര് പിടിച്ച പുലിവാലാണ് ഞാൻ അവസാനമായി കണ്ട സിനിമ. അതും എനിക്ക് വേണ്ടിയിട്ടല്ല, ഇവളുടെ നിർബന്ധം കാരണം. എന്റെ കൊളീഗ്സിൽ ചിലരൊക്കെ വലിയ സിനിമാ ഭ്രാന്തന്മാരാ. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, കരയാനും ചിരിക്കാനും വേണ്ടി എന്തിനാ സിനിമയ്ക്ക് പോകുന്നതെന്ന്. തേയിലയുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ലിസ്റ്റ് എടുത്ത് നോക്കിയാ പോരെയെന്ന്. തന്നെ ചിരി വരും, കരച്ചിലും വരും. ഇവിടെ പിള്ളേർക്കൊക്കെ വിശ്വന്റെ സിനിമ വലിയ ഇഷ്ടമാ. അതിലെ സംഭാഷണങ്ങളൊക്കെ ഹരിയും ശ്യാമയും കാണാപ്പാടം പറയുമായിരുന്നു. പറഞ്ഞതുപോലെ ശ്യാമ ഇതുവരെ അമ്പലത്തിൽ നിന്ന് വന്നില്ലേ? നടന്നു വരണ്ടേ, കാറ് കൊണ്ടുപോയിട്ടില്ല. ഓഹോ. ആ, എന്നാ എഴുതാൻ തുടങ്ങുന്നത്? നാളെ മുതൽ എഴുതി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്നൽപ്പം റെസ്റ്റ് എടുക്കണം. വല്ലാത്ത ക്ഷീണം. അപ്പുകുട്ടൻ വന്നില്ലേ ചന്ദ്ര? ഇല്ല, അവനിങ്ങ് വരും. വിശ്വാസത്തിന് വേണ്ടി അറേഞ്ച് ചെയ്ത കുക്ക. അല്പ സംഗീതമുണ്ട്, സൂക്ഷിക്കണം. അവന്റെ സംഗീതത്തിനൊന്നും ചെവി കൊടുക്കല്ലേ, നിങ്ങളുടെ ജോലി മുടങ്ങും. ഞാൻ വരട്ടെ. ആ,
പാട്ടും നാനേ പാവം നാനേ പാടും ഉന്നൈ നയൻ പടപൊയ്ത്തേനേ പാട്ടും നഹാനേ. താനാണോ ഇവിടെ കിടന്ന് വിളിച്ചു പോയത്? വിളിച്ചു പോയിതാന്ന് തോന്നിയല്ലേ? അതെ, അതെന്റെ ആലാപന ശൈലിയുടെ ഒരു ഇതാണത്, അതായത് അതാണ്. ഉം. ഇന്ദോളമോളങ്ങൾ ഒഴുകുന്നു തിരുനാളം, മന്ദമായ ആത്മാവിൽ ഒഴുകുന്നു കുഞ്ഞോളം. ഞാൻ പാടുമ്പോൾ ശ്രുതി നോക്കാറില്ല, വെച്ച് കീച്ചും. അത് രാഗത്തിന്റെ മൂടാണത്. നിർത്തി. സാറ് ഭയങ്കര തമാശക്കാരനല്ലേ? അല്ല, മുഖം കണ്ടാലറിയാം. താനാണല്ലേ അപ്പുക്കുട്ടൻ? അതെ, ചന്ദ്രൻ സാറ് പറഞ്ഞയച്ചതാ. ദേ, ഉച്ചക്കലത്തേക്കുള്ള ഊണ് വൈകിട്ട് ഞാൻ വെച്ചുതരാം. ആ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. താൻ പോയി ഊണ് വിളമ്പി വയ്ക്കും. ഇപ്പൊ തന്നെ ഊണ് വിളമ്പിത്തരാം ഞാൻ. തദരി നാനി ഇയാൾ എന്തോന്ന് സിനിമാ സംവിധായകനാ? സംഗീതബോധം തീരെയില്ലെന്നാ തോന്നുന്നു. ഇന്തോളം പാടിയപ്പോ ഇതാണ് ഗതിയെങ്കിൽ എന്റെ ആനന്ദഭരിയും ഭൂപാളം കേൾക്കുമ്പോ എന്തായിരിക്കും സ്ഥിതി? ഇയാൾക്ക് വട്ടളയി തന്നെ. അയ്യേ, ഇയാളുടെ കൂടെ എന്നാ ഒരു സംഗീത സംവിധായകനാകാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഈ നശിച്ച കുശിനിപ്പണിക്ക് ഈ ചട്ടിയും കലവും കഴുകാൻ ഇവിടെ വന്നത്. ഇവിടെ വല്ലതും നടക്കും. സാറേ, ചായ. അല്ല സാറേ, ഈ തിരക്കഥ എന്ന് പറയുന്നത് ഈ തിരക്കിട്ട് എഴുതുന്ന കഥ എന്നല്ലേ എന്റെ അർത്ഥം? ഉം. അത് നേരത്തെ എനിക്ക് അറിയാമായിരുന്നെങ്കിലും സാർ ഒരു തിരക്കൂലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ എനിക്കൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. താൻ കല്യാണമൊക്കെ കഴിച്ചാണോ? പിന്നെ കഴിച്ചു, 2 കഴിച്ചു. ആ, എന്റെ സംഗീതഭ്രമം വരുത്തി വെച്ചൊരു വിനയ സാറേ ഇത്. അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. അവളുമാരുടെ പേര് കേട്ടപ്പോ ഞാനങ്ങ് വീണുപോയി. ഒരുത്തിയുടെ പേര് എസ് ജാനകി, മറ്റവളുടെ പേര് പി സുശീല. അത് കൊള്ളാമല്ലോ. പേര് മാത്രമേ ഉള്ളൂ സാറേ, സംഗീതം ഇല്ല. രണ്ടിനെ സംഗീതം പഠിപ്പിച്ച് ഞാൻ മടുത്ത്. വാസനയില്ല സാറേ. എന്റെ പിള്ളേരെങ്കിലും എന്റെ പേര് കളയാതിരുന്നാ മതിയായിരുന്നു. എത്ര കുട്ടികളുണ്ട്? ആകെ 3 പേരാ. മൂത്തവൻ എസ് ജാനകിയുടെ മകനാ, ഇളയരാജ. പി സുശീല കഴിഞ്ഞ മാസം ഇരട്ട പ്രസവിച്ചേ ഉള്ളൂ. 2 ആൺകുഞ്ഞുങ്ങളാ. എന്ത് പേരിട്ടു? എന്ത് പേരിട്ടെന്ന്? ലക്ഷ്മികാന്ത് പ്യാരിലാൽ. എന്തേ? ആ, ഇന്ന് ഇത്രയും മതി. എനിക്ക് കുറച്ച് ജോലി. അയ്യോ.